ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജയിൽ നോമിനേഷനിൽ ലക്ഷ്മിക്കെതിരെ കടുത്ത വിമർശനവുമായി ഒനിൽ. ലക്ഷ്മി ഒരു പുരുഷ വിരോധിയാണെന്നാണ് ഒനിൽ പറയുന്നത്. ഇതുവരെ കണ്ടിട്ടുള്ള ബിഗ് ബോസുകളിൽ വെച്ച് ഇത്രയും കണ്ടസ്റ്റൻറ്റുകൾ വന്നതിൽ വെച്ച് ഏറ്റവും പുരുഷ വിരോധിയായ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അത് ലക്ഷ്മി മാത്രമാണെന്നാണ് ഒനിൽ പറയുന്നത്. എല്ലാത്തിനും ഒരു പുച്ഛം, എല്ലാവരോടും ഒരു പുച്ഛം, ബാക്കിയുള്ളവരുടെ ഗെയിമുകൾ എല്ലാത്തിനും പുച്ഛം മാത്രം. തികച്ചും ഒരു പുരുഷ വിരോധിയാണ് ലക്ഷ്മി. ജ്ഞാന, ജിഷിൻ, ഷാനവാസ്, അഭിലാഷ്, ഞങ്ങൾക്ക് എല്ലാവരോടും ഒരു വിരോധ സ്വഭാവമാണ് ലക്ഷ്മി ഇതുവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആണുങ്ങളോട് മാത്രമേ ഉള്ളൂ ലക്ഷ്മിക്ക് പ്രശ്നം. ഞങ്ങൾ ആണുങ്ങളെ ആരെയും ലക്ഷ്മിക്ക് ഇഷ്ടമല്ല. ലക്ഷ്മിയുടെ ഈ ഒരു ആൺവിരോധം കാരണം ലക്ഷ്മി പോകുന്നത് വരെ ജയിലിൽ കിടക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഈ സീസൺ മൊത്തം കിടക്കാനുള്ള യോഗ്യതയും ലക്ഷ്മിക്കില്ല. ഇത്രയും ചീപ്പ് ടാറ്റിക്സ് കൊണ്ടുവന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഈ ബിഗ് ബോസ് ചരിത്രത്തിലില്ലെന്നും ഒനിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ഇതെല്ലാം വെറും തരം താഴ്ന്ന ചീപ്പ് ഗെയിമാണെന്നുള്ള രീതിയിൽ എല്ലാവരോടും ഒരു പുച്ഛം, എല്ലാവരുടെയും ഗെയിമിനോടൊരു പുച്ഛം, അതും ഇവിടെ ലക്ഷ്മിക്ക് മാത്രമാണുള്ളതെന്നും ഒനിൽ പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ വീട്ടിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ ലക്ഷ്മി ഇവിടെ ഉപയോഗിക്കുന്നു. പിന്നെ ഗെയിമിലാണെങ്കിലും ലക്ഷ്മി ഒരു വൻ പരാജയമായിരുന്നു എന്നും ഒനിൽ പറയുന്നു. ഇപ്പോൾ നടന്ന ഫാക്ടറി ടാസ്കിലും ലക്ഷ്മി കൂടുതലൊന്നും കഷ്ടപ്പെട്ട് ടാസ്കൊന്നും ചെയ്യുന്നതായിട്ട് കണ്ടില്ല. പിന്നെ മുന്നോട്ട് വന്ന് നല്ലതുപോലെ സംസാരിക്കാനുള്ള പവറൊന്നും ഈ ലക്ഷ്മിക്കില്ല. ഇതുപോലത്തെ ചീപ്പ് കാര്യങ്ങൾക്ക് മാത്രമാണ് ലക്ഷ്മി സംസാരിക്കാറുള്ളൂ എന്നും ഒനിൽ പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ നടന്ന ആ ഒരു ടാസ്ക്, അതിലും ലക്ഷ്മി വൻ പരാജയമായിരുന്നു. ഒരു ബുദ്ധി ഉപയോഗിച്ച് കളിക്കാനുള്ളൊരു കഴിവും പവറും ഒന്നും ലക്ഷ്മിക്കില്ല. അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നെന്ന് ഒനിൽ പറയുന്നു. ലക്ഷ്മി ഒരു വൻ പരാജയമാണ്, ഒരു വീക്ക് കണ്ടസ്റ്റൻ്റ് ആണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള ചീപ്പ് ഗെയിമുകളാണ് കളിക്കുന്നത്. ഇവിടെ വന്നിട്ടും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ഇങ്ങനെയുള്ള തരം താഴ്ന്ന കളികൾ, പിന്നെ ആൺവിരോധം, ഇങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ എത്രയും പെട്ടെന്ന് ജയിലിൽ തന്നെ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ലക്ഷ്മി നിരന്തരം ജയിലിൽ കിടക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നെന്നും ഒനിൽ പറയുന്നു.